ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ പൊന്നൂസെ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ പൊടിവാവയുടെ എൻ്റെ മോൻ്റെ കുഞ്ഞിലേ മുതലുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ വലിയ ഇതൊന്നും കിട്ടിയില്ല. അവൻ്റെ ചോറൂണ്, അവന് എന്താ പറയുക, തുലാഭാരം ചാർത്തിയത്, അവന് ആദ്യത്തെ ഓണം, അവൻ്റെ ബർത്ത്ഡേ, അങ്ങനെ ഒരുപാട് വീഡിയോ. കാരണം അവന് പൊടിനാൾ മുതലേ വളർന്നു വരുന്നതിൻ്റെ ഓരോ വളർച്ചയൊക്കെ കാണാൻ എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. എസ്പെഷ്യലി അമ്മമാർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കൈ വളർന്നു, കാല് വളർന്നു, ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പം എനിക്ക് നമ്മളെപ്പോഴും ആലോചിക്കും, മരിച്ചാലും നമുക്ക് പിന്നെയും കാണാൻ കഴിയുന്നത് ഫിലിമിലൂടെയൊക്കെ അല്ലേ, ഈ സിനിമാ നടിമാർ. അതൊരു ഭാഗ്യമല്ലേ. അപ്പം എൻ്റെ കുട്ടിയെ എത്ര വളർന്നു വന്നാലും നമുക്കില്ല ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലല്ലോ. അവൻ്റെ കളിയും ചിരിയും ഒക്കെ കാണാനൊരാഗ്രഹം കൊണ്ട് ഞാനെല്ലാം വീഡിയോസായിട്ട് എടുത്ത് ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ കാണണം. ഇവ ഇച്ചിരി കൂടെ ഒക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു സ്റ്റേജിലുള്ള ഇതല്ലേ കാണും. പിന്നെ കുറച്ച് ഫോട്ടോസ് അതിനകത്ത് ഇതായിരുന്നു കുട്ടിക്കാലം ഇങ്ങനെ എന്ന് പറയാനൊക്കെ. ഇവൻ എന്തെല്ലാം കുസൃതി കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയുമ്പോഴേ അറിയൂ. പക്ഷേ അതൊരു വീഡിയോസായിട്ട് എടുത്തിടുകയാണെങ്കിൽ അവൻ കാണിച്ചിട്ടുള്ള കുസൃതികൾ, അവൻ ഓടിച്ചാടി നടന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, കളിക്കുന്നത്, അവൻ്റെ കുട്ടി സംസാരം, അവൻ്റെ കുഞ്ഞ് എന്താ പറയുക, ചെറിയ വികൃതികളൊക്കെ നമുക്ക് യൂട്യൂബിലൂടെയും നമ്മളെടുത്തിട്ടിരിക്കുന്ന വീഡിയോസിലൂടെ കാണുമ്പോൾ എന്ത് എക്സൈറ്റഡ് ആയിരിക്കും. അവനെയും കാണിക്കുമ്പോൾ നീ ഇതായിരുന്നു, നീ ഇങ്ങനെയാണ്, ഭയങ്കര വികൃതിയുള്ളൊരു വികൃതി കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ ഒരു വീഡിയോസ് എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവന് അയ്യോ ഞാനിങ്ങനെ ആയിരുന്നോ, ഇത്രയും ഇതായിരുന്നു എന്ന് കരുതും. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പിന്നീട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടു. അപ്പോൾ എല്ലാവരും കണ്ടുമൊക്കെ എൻ്റെ വികൃതി കൊടുക്കയുടെ വികൃതികൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ എൻ്റെ പൊന്നുമോനെന്ന് പറയുന്നത് ചേട്ടൻ്റെ അതേ തനി പകർപ്പാണ്, ചേട്ടൻ്റെ അതേ രൂപമാണ്. അവൻ ഭയങ്കര എന്താ പറയണ്ടേ, എൻ്റെ മോന് എന്നുള്ള ഒരിതിൽ ഒരേ ഒരു അടയാളമേ അവനുള്ളൂ. എൻ്റെ കന്നത്തിൽ കുഴി വീഴുന്നുണ്ട്, അതുപോലെ അവൻ്റെ കന്നത്തിലൊരു കുമ്പിടിക്ക കുഴി വീഴും. ആ ഒരെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രൂപസാദൃശ്യം പോലും ഇല്ല എൻ്റെ ഏട്ടാ. ഞാനെപ്പോഴും ആലോചിക്കും, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരിക്കൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു വിഷയം ഉണ്ടായി. ഒരുപാട് എന്നെ ദ്രോഹിച്ചു, എല്ലാവരും ദ്രോഹിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാണ്ട് എന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഞാൻ ചീത്തയായിട്ടുള്ളൊരു സ്ത്രീയല്ല എന്ന് തെളിയിക്കാൻ ഈ ലോകത്തുള്ള പല ടെസ്റ്റുകൾക്ക് കഴിയും. ചിലപ്പോൾ അത് ചീത്തയാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയും ഒരു സർട്ടിഫിക്കറ്റിൽ. പക്ഷേ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ ഉത്തമിയാണ്, ഞാൻ ചീത്തയല്ല എന്ന് തെളിയിക്കാൻ അതിന് ഏത് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാലും ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് 100% 22 ക്യാരക്ടറാണ്. അത് അടിച്ച് മുദ്രയിട്ട ഒരിതാണ്. അപ്പം എനിക്ക് വേണ്ടത് ഞാൻ പരിശുദ്ധിയുള്ളവളാണെന്ന് തെളിയിക്കാൻ നിൻ്റെ കരം എന്നും എനിക്ക് കൂടെ ഉണ്ടാവണം. മഹാദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ മോൻ. പിന്നെ അത്രമേൽ ദ്രോഹിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയെല്ലാം പറഞ്ഞു
എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, എൻ്റെ കുഞ്ഞ് വളരുന്ന ഓരോ വളർച്ചയിലും കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാവർക്കും സംശയം എൻ്റെ തന്നെയാണോ എന്നാണ്. എൻ്റെ തന്നെയാണോ, നീയാണോ എൻ്റെ അമ്മ എന്ന് സംശയാസ്പദമായി നോക്കുന്നവരുണ്ട്. എനിക്കും കൊച്ചിനും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഞാനൊരു രീതി. അവൻ്റെ ഫേസ് കട്ട് ഒരു രീതിയിലും എന്താ പറയുക, ഈ ഒരു കന്നത്തിൽ കുഴി വെച്ചിട്ട് അതെൻ്റെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് എൻ്റെ മോനുള്ളത്. ദൈവം എന്ന് പറഞ്ഞാണ്ടല്ലോ, മഹാദേവൻ ഡോണാണ്. ഭയങ്കര സംഭവമാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോസ് കാണുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ. ടാറ്റാ.